കൃഷ്ണ. നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും കൊണ്ട് ഇന്നൊരു പിന്നണി ഗായികയാണ്. ഞാൻ അബുദാബിയിലാണ് പഠിച്ചത്, ജനിച്ചത് കുവൈറ്റിലാണ്. അപ്പോൾ 10th വരെ ഞാൻ അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ അല്ലറ ചില്ലറ പ്രോഗ്രാംസും ചെറിയ തോതിലുള്ള ഗാനമേളകളും പിന്നെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കലാപരമായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുടുംബമായിരുന്നു അവിടെ തന്നെ. പിന്നെ 10th കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ അച്ഛനമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ടീച്ചറുടെ അടുത്ത് പഠിപ്പിക്കണം, ക്ലാസിക്കൽ മ്യൂസിക് നല്ലോണം പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നാട്ടിലേക്ക് വന്നത് 11th ചേരാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ 10th കഴിഞ്ഞ് വന്ന സമയത്താണ് ഞാൻ മോഹൻ സിത്താര അങ്കിളെ പരിചയപ്പെട്ടത്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, മോള് കോറസ് പാടാൻ വരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പോയേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ പോയിട്ട് ആദ്യമായിട്ട് പ്രണയമണിത്തൂവൽ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീകുമാർ സാറ് പാടിയ ഓമനലൈല ഓമലൈല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. അതിന് വേണ്ടി കോറസ് പാടാനായിട്ടാണ് ആദ്യം ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ബൂത്തിൽ നിന്ന് കൺസോളിലേക്ക് വന്നപ്പോൾ അങ്കിൾ പറഞ്ഞു, ഞാൻ മോൾക്കൊരു പാട്ട് വെച്ചിട്ടുണ്ട്, പാടി നോക്കൂ, അത് സ്ട്രെയിറ്റ് ആവും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ആകെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ട്രൈ ആവാമല്ലോ, ലൈഫിലൊക്കെ ഒരു ഡിഫറൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിച്ചു. പ്രണയമണിത്തൂവൽ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ സുജാതേച്ചിയുടെ കൂടെയുള്ള ഒരു ഫീമെയിൽ ഡ്യുവറ്റായിരുന്നു. അത് ഒരു ഫോക്കിഷ് സോങ് ആയിരുന്നു. അത് തുളസിദാസ് സാറാണ് ഡയറക്റ്റ് ചെയ്തത്. എൻ്റെയും ഗോപികയുടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണത്. ഞാൻ കൊച്ചിലേ എനിക്ക് കുറേശ്ശെ പാട്ടായിട്ട് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനമ്മയും പറയുമായിരുന്നു 3ാമത്തെ വയസ്സിൽ തന്നെ പാടി തുടങ്ങിയെന്ന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇറങ്ങിയ പാട്ടുകളിലായിരുന്നു അത്. കിരീടത്തിൽ ശ്രീകുമാർ സാർ പാടിയ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു മെല്ലെ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു കൊച്ചിൽ. അച്ഛനൊന്ന് കണ്ണുരുട്ടി നോക്കിയാൽ മതി, അപ്പോഴേക്കും സങ്കടം വരും, അങ്ങനെയായിരുന്നു. അപ്പോൾ സങ്കടം വന്നു എന്ന് അറിയിക്കാനുള്ളൊരു പാട്ടായിരുന്നു ഇത്, കണ്ണീർപ്പൂവിൻ്റെ. വരികളൊന്നും തെളിയില്ലായിരുന്നു, അങ്ങനെ മൂളിപ്പാട്ട് പോലെയൊക്കെ തന്നെയാണ് പാടിയത്. പക്ഷേ ആ പാട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സിലുള്ളൊരു പാട്ട്. മനസ്സിൽ ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു സിംഗർ, പ്രോബബ്ലി പുള്ളിയുടെ സിംഗിങ് സ്റ്റൈല് കാരണമായിരിക്കാം, പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി കാരണമായിരിക്കാം, ഹരിഹരൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയുടെ കൂടെ എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം വന്നത് 3-4 പ്രാവശ്യം എനിക്ക് പ്രോഗ്രാം വന്നിട്ടുണ്ട് പുള്ളിയുടെ കൂടെ പാടാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വരും, അത് ക്യാൻസലായിട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ പുള്ളിയോട് അധികം ആരാധന ആയതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗറാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ അറിയുന്നവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഫ്രണ്ട്ലി ക്യാരക്ടറാണ് എന്നൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പുള്ളിയെ ഒന്ന് നേരിട്ട് കാണണം, പാടണമെന്നൊന്നുമില്ല, ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരാഗ്രഹമാണ്. സുഖമാണി നിലാവ് എന്നുള്ള പാട്ട് പാടാം. അത് ചേതനയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ റെക്കോർഡിങ്. ഞാൻ ചേതനയിലേക്ക് പോയി, എന്നിട്ട് എനിക്ക് അങ്കിൾ ലിറിക്സ് എടുത്ത് തന്നു, പേപ്പർ എടുത്ത് തന്നിട്ട് മോളിത് പകർത്തി എടുക്കുമെന്ന് പറഞ്ഞിട്ട് പേപ്പർ തന്നു. അപ്പം ഞാൻ അവിടെ ഒരു റൂമിൽ പോയിരുന്ന എൻ്റെ വരികൾ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ വരികൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലൈൻസാണ്. സുഖമാണി നിലാവ്, ഒരു സാധാരണക്കാരന് വളരെയധികം മനസ്സിലാവുന്ന വരികളാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ലൈൻസ്. അപ്പോൾ ഭയങ്കര വലിയ സാഹിത്യമൊക്കെ ആണെങ്കിൽ എനിക്കൊരു പക്ഷെ മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ വരികളുടെ ഭംഗി കൈതപ്രം തിരുമേനി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ ട്യൂൺ എങ്ങനെയായിരിക്കും ആവോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. എഴുതിയിട്ട് തിരിച്ച് കൺസോളിൽ വന്നപ്പോൾ അങ്കിൾ ഹാർമോണിയത്തിൽ എനിക്ക് ട്യൂൺ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട്. അത് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അത് വന്നാലും വേണ്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് അത് ട്രാക്ക് ആവുകയാണെങ്കിൽ തന്നെ ട്രാക്കെങ്കിലും പാടിയെന്ന് എനിക്ക് പറയാമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഫീല് കറക്റ്റ് അങ്കിളുടെ മനസ്സിലുള്ള ആ ഫീല് വരാൻ കുറേ സമയം എടുത്തു. പക്ഷേ എന്നാലും
കുറേ ടൈം എടുത്ത് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പാട്ട് പാടിയത്. പിന്നെ അത് പാടിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ഹമ്മിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ BGM ഭാഗം വരുമ്പോൾ. എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയയാണിത്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇവിടെ വന്നിരിക്കും. വർക്കില്ലാത്ത ദിവസം എൻ്റെ റൂമിൽ പാട്ട് വയ്ക്കും, ഉറക്കെ പാട്ട് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കും. മനസ്സിലുള്ള ഫിലോസഫി തന്നെയുള്ളൂ കേട്ടോ. അത് വല്ലപ്പോഴും എഴുതി വയ്ക്കും. പോയംസിൻ്റെ രൂപത്തിലൊക്കെ പുറത്തേക്ക് വരും. ചുമ്മാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതൊക്കെ ഒരു രസം. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അത് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും, ചിലപ്പോൾ സന്തോഷം തോന്നും, എൻ്റെ മനസ്സിൽ നിന്നാണോ ഇതൊക്കെ വന്നതെന്ന് തോന്നും. Just one more chance is all I want, to open my arms and give you my warmth, to open my heart and let you know where you really belong. All I ask is one more chance to bring those beautiful moments back, to fold my arms around you and protect you from every harm. ശ്രീ മങ്ങാട് നടേശൻ മാസ്റ്റർ അടുത്താണ് സംഗീതം പഠിക്കുന്നത്. സാർ എന്ന് പറയുമ്പോൾ ആകാശവാണിയിലെ ടോപ്പ് ഗ്രേഡുള്ള ആർട്ടിസ്റ്റാണ്. എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു കർണാട്ടിക് വോക്കലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യയാവാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയ ഭാഗ്യമാണ്. ആദ്യം പഠിച്ചു ഒരു സ്വന്തം ഏറ്റവും ബന്ധപ്പെട്ട ഒരു ബന്ധുവിൻ്റെ കൂടെ തന്നെയാണ് പഠിച്ചിരുന്നത്. പക്ഷേ വളരെ ശുദ്ധമായിട്ട് രീതിയിൽ അത് പഠിച്ചിരുന്നു, ഒരു തെറ്റുമില്ലാതെ. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വളരെ സുഗമമായിട്ട് പോകാൻ സാധിച്ചു. ഇവിടെ ധാരാളം തിരക്കുകളുള്ള ഒരു പിന്നണി ഗായിക ആണ്. എപ്പോഴും വിദേശ പര്യടനവും റെക്കോർഡിങ്ങും പിന്നെ മറ്റ് പലതര പരിപാടികളും ഉണ്ട്, ഗാനമേളകളും. അതിനിടയ്ക്ക് വീണ് കിട്ടുന്ന സമയങ്ങളിലാണ് ഇവിടെ ഏതാനും കുറച്ച് ദിവസങ്ങളൊക്കെ ഇവിടെ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അത് വളരെ ആത്മാർത്ഥമായിട്ടും അർപ്പണ ബുദ്ധിയോടുകൂടിയും വളരെ ഗുരുത്വത്തോടു കൂടിയും എളിമയോടുകൂടിയൊക്കെ വളരെ പഠിച്ച് മുന്നോട്ട് പോകാൻ വളരെ താല്പര്യമുണ്ട്. ശാസ്ത്രീയ സംഗീതമാണ് ഏറ്റവും വഴങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശുദ്ധമായ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പാവന ഗുരു പവന പുരാധീശമാശ്രയേ, 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 ഗുരു പവന പുരാധീശമാശ്രയേ.